ചേട്ടാ, ഇന്നലെയൊക്കെ നമ്മൾ സംസാരിച്ചൊരു വിഷയമാണ്, പക്ഷെ നമുക്ക് ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല. MV ജയരാജൻ സി സദാനന്ദൻ മാസ്റ്റർക്ക് നേരെ ഒരു ഭീഷണിപ്പെടുത്തി. MP ആയിട്ട് അങ്ങനെ ഞെളിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന്, കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കി MP ആയി വിലസാം എന്ന് ആരും കരുതേണ്ട എന്ന്. അതിന് മറുപടിയായിട്ട് സദാനന്ദൻ മാസ്റ്റർ ഒരു പോസ്റ്റും എഴുതിയിട്ടുണ്ട്. MP ആയി വിലസാൻ തന്നെയാണ് തീരുമാനം. അതെ അതെ, തിരക്കിലായതുകൊണ്ട് സഖാവിന്റെ തിട്ടൂര അറിയാൻ വൈകി. MP ആയി വിലസുന്നത് തടയാൻ താങ്കൾ മതിയാവില്ലല്ലോ സഖാവെ. പക്ഷെ ഇങ്ങനെ ഇവരുടെ ഒരു അഹന്തയല്ലേ ആ വാക്കുകൾ, ഒരു അഹങ്കാരമല്ലേ? അല്ലേ, ഇവരുടെ എന്നല്ല, കണ്ണൂര് CPM-കാരുടെയൊക്കെ ആ ഒരു ധാർഷ്ട്യം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അവർക്ക് ഈ പറയുന്ന പോലെ ആ മരവിച്ച ബുദ്ധിയാണോ എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, ഇവരുടെയൊക്കെ ചിലപ്പോഴുള്ള പെരുമാറ്റം കാണും. അല്ലേ, ഇദ്ദേഹം തന്നെയല്ലേ ഒരു 10 വർഷങ്ങൾക്ക് എന്തോ മുമ്പാണ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് തുറക്കടോ വന്നിട്ട് ഞങ്ങൾ LDF ജില്ലാ സെക്രട്ടറിയും മറ്റവരെയൊക്കെ പിടിച്ചിട്ടാണോ താൻ അകത്തിട്ട് ഞങ്ങൾ വന്ന എന്താ തുറന്നാൽ പോലീസുകാർ, എനിക്ക് തോന്നുന്നു അന്ന് തിരുവഞ്ചൂർ എങ്ങാനുമാണ് എന്ത് അഹങ്കാരത്തിലാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. അതാണ് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്. മാത്രമല്ല, പോലീസുകാരോടൊക്കെ പെരുമാറുന്ന വേറെയും ഒരുപാട് വീഡിയോസ് നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ പല മാധ്യമങ്ങളും പണ്ട് എടുത്ത വീഡിയോസ് കാണാൻ കഴിയും. അദ്ദേഹം വളരെ ഒരു മോശം വ്യക്തിയായിട്ട് തന്നെ എങ്ങനെ പറയാം, അങ്ങ് ഫ്ലോറിൽ ഇറങ്ങി നിന്നിട്ടാ സംസാരിക്കുന്നത്. അങ്ങനത്തെ പ്രയോഗങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. അല്ലെ, MV ജയരാജൻ പിന്നെ പാർട്ടിയുടെ അന്ന് മുതൽ ഇന്ന് മുതൽ ഇത്തരത്തിലൊരു തീരെ നിലവാരമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു നേതാവ് തന്നെയാണ്. അല്ല, അത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇറക്കിയത് മാത്രമല്ല, കോടതിയെ ശുംഭൻ എന്ന പ്രയോഗമൊക്കെ നടത്തിയൊരു മാന്യനാണ് ഇദ്ദേഹം. 1 തവണയോ 2 തവണയോ MLA ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്. ഇപ്പോൾ സഖാവിൻ്റെ സൈന്യവും പോരാതെ വരും, കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കിയത് പരമോന്നത നീതി വിടമാണ്. ഇത് സദാനന്ദ മാസ്റ്ററുടെ വാക്കുകളാണ്. നിങ്ങൾ നേതാക്കൾ ബോംബും വാളും മുഴുവനും നൽകി പറഞ്ഞയച്ചനുസരിച്ച് കൊടുംക്രൂരത കാണിച്ചുള്ള ശിക്ഷയാണ് ഇപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല. അത് സത്യമല്ലേ, ചെയ്ത തെറ്റിന് എന്നായാലും ശിക്ഷ അനുഭവിക്കണം. പക്ഷെ അന്ന് മുതൽ ഇവർ വേറെ ഒരു കഥ പറയുന്നുണ്ട്. ഇദ്ദേഹം കാലുവെട്ടി ഇദ്ദേഹം ഈ ചെയ്തതുപോലെ തന്നെ വേറൊരാളെ ഇത്തരത്തിൽ ഒക്കെ ഒരു കല്ലുവെട്ട് പണിക്കാരൻ അദ്ദേഹത്തിൻ്റെ മക്കളെ പിന്നെ ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് എന്ന് വിളിക്കാനായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെ ഈ പറയുന്ന സദാനന്ദ മാസ്റ്റർ RSSൻ്റെ ശാഖയിലേക്ക് കൊണ്ടുപോയെന്നും അതിനെ അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ തൊട്ടടുത്ത ദിവസം ജോലിക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ വഴിയിൽ തടഞ്ഞിട്ട് മർദ്ദിച്ചു എന്നും ഒക്കെയുള്ള അത് ഈ സദാനന്ദ മാസ്റ്ററാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നൊക്കെ ഒരു കഥ ഇവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ 2 ഭാഗത്തു നിന്നും ഉണ്ടായി. അതിൽ എന്നിട്ട് ഇത്രയും കാലം 30 വർഷമായി 1994 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 94 ഈ സംഭവത്തിന് ഇപ്പോഴാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ രാജ്യസഭാ അംഗമായത് ആരാധ്യനായ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ, ലോക നേതാവായ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിനാലാണ്. പ്രസ്ഥാനത്തിനായി ജീവൻ വെടിഞ്ഞവർ അല്ല, നിങ്ങൾ കൊത്തിക്കീറി സംഹരിച്ചവർ നെഞ്ചേറ്റിയ ആദർശത്തിൻ്റെ സാക്ഷാത്കാരമായാണ് പ്രസ്ഥാനം പഠിപ്പിച്ചതനുസരിച്ച് ദശാബ്ദങ്ങളായി നടത്തുന്ന സാമൂഹ്യ സേവനത്തിനുള്ള അംഗീകാരമാണ്. അതിൽ അസഹിഷ്ണുത കൊണ്ട് വെറികൊണ്ട് കലിതുള്ളി തൊണ്ട പൊട്ടിക്കേണ്ട ഫലമില്ല. നിങ്ങളുടെ അടിമത്തം പേറാൻ മനസ്സില്ലെന്ന് ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ദുരിതം പേറേണ്ടി വന്ന അനേകം അമ്മമാരുടെ കുടുംബങ്ങളുടെ ആശീർവാദം എന്നോടൊപ്പമുണ്ട്. നാട്ടിൽ നന്മ പുലരുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ലക്ഷങ്ങളുടെ പിന്തുണ എനിക്കുണ്ട്. അതുകൊണ്ട് വാറോല മടക്കി കെട്ടി അങ്ങ് അലമാരയിൽ വെച്ചാൽ മതി. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചിന്തിച്ചതേയല്ല, പറയരുന്ന് തന്നെയാണ് നിശ്ചയിച്ചതെന്നും പറയിപ്പിച്ചേ അടങ്ങൂ എന്നാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. നാടിന് ഗുണമുണ്ടാകുന്ന പണി വേറെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമൻ്റ് അദ്ദേഹത്തിനെ പോലെ അദ്ദേഹം എത്ര കൊല്ലം ആയി അംഗവൈകല്യം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കാല് പോയി അദ്ദേഹം ജീവിക്കുക. അപ്പോൾ അത് ശരിക്കും അത് CPM-ൻ്റെ കണ്ണൂർ ഘടകത്തിന് മാത്രമേ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ ഇത്ര ധാർഷ്ട്യമാണ് അത് ശരിക്കും ഇത്രയും ധാർഷ്ട്യം. കാര്യം നമ്മൾ നോക്കുമ്പോൾ ഈ TP വധക്കേസ് നോക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കണം. TP വധക്കേസിൽ തന്നെ ആ കൊലക്കേസ് പ്രതികൾ ഇപ്പോഴും കാണിക്കുന്ന ആ ഒരു ധാർഷ്ട്യം അതൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ രണ്ടാമത് ഇതിൽ P ജയരാജൻ തന്നെയാണ് ഈ കണ്ണൂർ ജയിലിലെ അവിടുത്തെ ജയിൽ സംരക്ഷണ സമിതിയിലെ അംഗം അല്ലേ, അദ്ദേഹം കൂടെയാണ്. അപ്പോൾ അദ്ദേഹം കൂടെ ചേർന്നുകൊണ്ട് തന്നെയല്ലേ അവിടെ പല കാര്യങ്ങളും നടത്തുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള ആൾക്കാരെ അറിയിക്കുകയാണ്. അതായത് ഞങ്ങൾ വെട്ടും, ഞങ്ങൾ കൊല്ലും, ഞങ്ങളോട് ഇവിടെ ആരുണ്ട് ചോദിക്കാൻ, ഞങ്ങൾ ആളുകൾ ജയിലിൽ പോയാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികൾ, അല്ലെങ്കിൽ അതിന് ആരെ തല്ലിയിട്ടാണോ പോയത് അവർക്കെതിരെ ഞങ്ങൾ നടപടി എടുക്കും എന്നുള്ളൊരു മനോഭാവം, ഭയങ്കര ഒരു അഹങ്കാരം പിടിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കുമെന്നുള്ളൊരു തോന്നലായിരിക്കാം
MV ജയരാജൻ അങ്ങനെ പറയാൻ കാരണം. അതിന് താഴെ വന്നൊരു കമന്റ് ഉണ്ട്, മുഴുവൻ നമുക്ക് യോജിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എല്ലാം പറയാൻ പറ്റില്ല. അയ്യോടാ, ഇവന്മാരുടെ തറവാട് സ്വത്താണല്ലോ ഈ ഭാരതം എന്ന് പറയുന്നത്. കേരളം എന്ന ഇട്ടാവട്ടത്തിരുന്ന് ഭീഷണിപ്പെടുത്തുന്ന ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പടിയടച്ച് പിണ്ടം വെക്കാനാണ് കേരളീയർ താല്പര്യപ്പെടുന്നത് എന്ന് അറിയാത്ത വിഡ്ഢി പരീക്ഷകൾക്ക് ഇതല്ലേ ഇതിനപ്പുറം പറയാൻ തോന്നുമെന്നാണ് പറയുന്നത്. അത് പിന്നീട് ഇങ്ങോട്ട് സദാനന്ദൻ മാസ്റ്ററിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് ഞാൻ പറയാൻ അതെടുത്തു എന്നുള്ളത്, നമുക്കെല്ലാവർക്കും ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് വിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന നേതാക്കളെ നമ്മളടക്കമുള്ളവർക്ക് പലർക്കും മടുത്തു. തീർച്ചയായും പിണറായി വിജയനെ പോലുള്ളൊരു കോർപ്പറേറ്റിനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ നയങ്ങളാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസത്തിന് ഒരു അന്തസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ പറയണം. അത് നശിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം, അങ്ങനെയുള്ള ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ നടക്കുന്നത്. അവരെല്ലാം ശ്രമിക്കുന്നത് ആ പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ച സൽപ്പേര് നശിപ്പിക്കാനാണ്, കെടുത്തുക എന്നുള്ളത്. അതെ, അതായത് പിന്നെ ഈ പറയുന്ന പോലെ വേറൊരു കമന്റ് മാഷെ ഇജാതി ഐറ്റംസ് ഒക്കെ പൊട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് ഇവരൊക്കെ നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. കണ്ണൂരിലാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഉള്ളത് എന്നൊരു വൈപ്പുണ്ട്. കണ്ണൂർ എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഒരു പാർട്ടി ഗ്രാമം തന്നെയാണ് ശരിക്കും കണ്ണൂർ. അങ്ങോട്ട് നമ്മൾ പണ്ടുള്ള സിനിമകളിലും അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇവരുടെ കൊടികൾ, ഇവരുടെ ഈ ആശയങ്ങൾ, ഇതൊക്കെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണ് തന്നെയാണത്. അതിനിപ്പോഴും വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഒരു സംശയം ചോദിക്കാനുള്ളത്, കണ്ണൂർ ഇപ്പൊ ഇത്തവണ കണ്ണൂരിൽ ജയിച്ചിരിക്കുന്ന MP ആര്? സുധാകരനല്ലേ? സംശയം. വടകര ആര് ജയിച്ചിരിക്കുന്നത്? കോഴിക്കോട് ആരാ ജയിച്ചിരിക്കുന്നത്? അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവർ ഈ പറയുന്ന അവകാശത്തിന് എന്ത് അർത്ഥമാണുള്ളത്? അത് അവരെ ഇപ്പൊ ഈ കമന്റിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അവരെ മടുത്തു എന്നുള്ളതിന്റെ തെളിവായിരിക്കാം. ശുംഭന്മാരുടെ വയറ്റിപ്പിഴപ്പാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇവിടെ വയറ്റിപ്പിഴപ്പാണ് രാഷ്ട്രീയ പ്രവർത്തനം. അണികൾ വിട്ട് പോവാതിരിക്കാൻ പല വായ്ത്തക്കിടികളും കാട്ടി കമ്മ്യൂണിസവും തൊഴിലാളി വർഗവും പറഞ്ഞ് മുതലാളിത്തത്തിൽ ജീവിക്കുന്ന നേതാക്കൾ. അല്ല ചേട്ടാ, ഇപ്പൊ പറഞ്ഞൊരു കാര്യം, അണികളെ ബോധ്യപ്പെടുത്തണം. ഇതിലുള്ള അണികൾക്കൊരു പ്രത്യേകത ഉണ്ട്. പാർട്ടി അത് പറഞ്ഞാലും അണികൾ അങ്ങനെ വന്നോളണം എന്നില്ല, വോട്ട് ചെയ്തോളണം എന്നില്ല എന്നൊക്കെ നമ്മൾ മുമ്പത്തെ ടോക്കുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം അണികൾക്ക് എന്താവണം? സദാനന്ദൻ മാസ്റ്ററെ അംഗപരിമിതനാക്കിയത് അവർക്ക് അവരുടെ പാർട്ടി അണികൾക്ക് അത് ശരിയാണ്. നമുക്കതിനെ വിമർശിക്കാൻ പറ്റില്ല. ചിലത് തെറ്റായിരിക്കാം, ചിലത് ശരിയായിരിക്കാം. പക്ഷെ അത് വിശ്വസിക്കുന്ന അണികളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഭീഷണി ചെന്നില്ലെങ്കിൽ ഈ നേതാവിനെ സംശയിക്കപ്പെടും, അല്ലെങ്കിൽ ഈ നേതാവിനെ ആളുകൾ മറന്നുപോകും. വേറെ ഒന്നും ചെയ്യാനില്ല ഇവർക്ക് ഇതൊക്കെയല്ലേ ചെയ്യാനുള്ളൂ. അങ്ങനെയെങ്കിലും ഈ പറയുന്ന ഈ നേതാവ് തന്നെയാണ് പിന്നെ ഈ കൂത്തുപറമ്പ് വെടിവെപ്പിലെ 5 പേരുടെ മരണത്തിന് ശേഷം അതിന് ഉത്തരവാദിയായ പോലീസ് ഓഫീസർ ഇവിടെ വന്ന് DGP ആയിട്ട് സ്ഥാനമെടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന, ഇദ്ദേഹം എഴുതിയ ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു ദേശാഭിമാനിയിൽ. അത് നമ്മളെല്ലാം വായിച്ചില്ല. അപ്പോൾ ഈ അണികളെ എല്ലാം ഇങ്ങനെ ഓർമ്മപ്പെടുത്താനും പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കണമെന്ന് ഈ പറയുന്ന MV ജയരാജനൊക്കെ എന്ത് ഇതാണ് പാർട്ടിയോടുള്ളത്? പ്രസ്ഥാനത്തിലെ 5 ചെറുപ്പക്കാരെയാണ് വെടിവെച്ച് കൊന്നത്. ആ പോലീസ് ഓഫീസർക്കെതിരെ അന്ന് ഈ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഇന്നും റെക്കോർഡ്സ് ആയിട്ട് ഇവിടെ ഉണ്ട്. അല്ല, അതിന്റെ പ്രസംഗമൊക്കെ മുമ്പ് വന്നിരുന്നല്ലോ. അപ്പൊ ഇവർക്കൊക്കെ ഈ പറയുന്ന പോലെ പ്രസ്ഥാനത്തിലുള്ളവരെ ഓർമ്മിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്ന ഇവർക്കൊക്കെ പാർട്ടിയോടും പാർട്ടിയിലുള്ള അംഗങ്ങളോടും എന്ത് ധാർമ്മികതയാണ്? ഇതൊക്കെ പോയി ഓരോന്ന് ചെയ്ത് ഇവരുടെ അപ്പന ജീവിതം പോയിട്ടുണ്ട്, ഓരോരുത്തരുടെ ജീവിതം പോയിട്ടുണ്ട്. അവിടെയാണ് കണ്ണൂരും മറ്റു ദേശവുമായിട്ടുള്ള വ്യത്യാസം. കണ്ണും പൂട്ടി കൊല ചെയ്യാനൊന്നും വേറെ ഒരു ജില്ലയിലും ആരെയും കിട്ടില്ല. കൊല ചെയ്താൽ മറുപടി ആകൂ. അല്ല ചേട്ടൻ ഇപ്പൊ കമന്റിൽ വായിച്ച പോലെ വയറ്റിപ്പിഴപ്പാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. വയറ്റിപ്പിഴപ്പ് ഇവരുടെയൊക്കെ ജയരാജന്റെയൊക്കെ വയറ്റിപ്പിഴപ്പാ. അല്ലാതെ ഈ പോയി തലവെച്ചു കൊടുക്കുന്നവന്റെ വയറ്റിപ്പിഴപ്പല്ല പോണേ, ജീവിതം പോവുകയാ. അവരാണ് ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. കുടുംബമാണ് ഇപ്പൊ അനുഭവിക്കേണ്ടത്. അനാഥമാവുകയാണ്, അവർക്കാണ് ജീവിതം പോകുന്നത്. അല്ലാതെ ജയരാജനൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. ജയരാജൻ എന്ത് സംഭവിക്കാൻ? ജയരാജൻ ഇപ്പോഴും തിന്ന് വീർപ്പിച്ച് കുടവേണ്ടിയും ചാടി തന്നെ ജയരാജൻ നടക്കുന്നത്. ജയരാജന് ഒരു കുഴപ്പമില്ല. ജയരാജൻ തന്നെ നവീൻ ബാബു മരിച്ചപ്പം ഈ കണ്ട ഒരു മരണം നടത്തേണ്ട പ്രാഥമിക കർമ്മങ്ങൾ പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ ആ ബോഡി ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് അതിൻ്റെതായ രീതിയിൽ പാർട്ടി സ്ഥാനവും കൊടുത്ത് സെൻട്രൽ കമ്മിറ്റി അംഗമാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ശുദ്ധ വിവരമില്ലായ്മ ഒരു നാടിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കത്തക്ക തരത്തിൽ, ആ നാടിൻ്റെ ഇല്ലാതാക്കത്തക്ക തരത്തിൽ ഇവർ തന്നെ പറയും. കാര്യം ഇവരൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാർ, ഇവരൊക്കെയാണ് പ്രസ്ഥാനം. പക്ഷെ പഴയതുപോലെ അങ്ങ് കണ്ണും പൂട്ടിയെന്ന് എല്ലാവരും അങ്ങനെ വിശ്വസിക്കത്തൊന്നുമില്ല. പല ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനം അകന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്.